ഹായ് അസ്സലാമലൈക്കും. ഞാനിന്ന് കുറച്ച് ചെറുപഴമായിട്ടാണ് വന്നേക്കുന്നുണ്ട്. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഇത് ഒരാൾ തന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് വെറുതെ ഇങ്ങനെ വെച്ച് ചീത്തയായി പോകും. അപ്പോൾ ഞാൻ ഡ്രയറിൽ ഉണക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതുപോലെ നമുക്ക് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. ഇടയ്ക്ക് നമുക്കും ഒന്ന് കഴിക്കാം, വെറുതെ നശിച്ച് പോകില്ലേ. അപ്പോൾ അത് നല്ലത് നമുക്കിങ്ങനെ ഉണക്കി വെക്കാൻ, നമുക്ക് എപ്പോഴും ഇടയ്ക്കൊന്ന് എടുത്ത് കഴിക്കാമല്ലോ. ഇത് ഡ്രൈ തന്നെ ഉണക്കണമെന്നില്ല, നമുക്ക് വെയിലത്തിട്ടും ഉണക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിത് ഞാനിപ്പോൾ 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. അധികം കട്ടി കുറക്കണില്ല. ഇങ്ങനെ നമുക്ക് 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്യണത് കേട്ടോ. നമുക്ക് ഇങ്ങനെ നിരത്തി വെക്കണം. അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഇതിൽ നിരത്തി വെക്കണം. ഞാൻ കൂവപ്പൊടി, ഹെൽത്ത് മിക്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോ. ഗരം മസാല ഉണ്ടാക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി ഡ്രയർക്ക് വെച്ച് കൊടുക്കാം. ഡ്രയർക്ക് വെച്ചിട്ട് നമുക്കിത് ഓണാക്കിയിടണം. 24 മണിക്കൂറാണ് ഉണക്കാൻ വേണ്ടത്. അപ്പോൾ ഇത് 24 മണിക്കൂർ വേണമെന്നില്ല, നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഉണക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫാക്കി എടുത്ത് തിരിച്ചെടുക്കുകയും ചെയ്യാം. നിങ്ങൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ലേ, എനിക്ക് സംഭാഷണമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ ശരിയാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിത് ഓണാക്കി നോക്കണുണ്ട്. ഞാനപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഡ്രയർ ഒഴിവുണ്ടായിരുന്നതുകൊണ്ടേ ഞാൻ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ ഉണങ്ങിക്കോട്ടെ ശേഷം അതും കൂടെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് പിള്ളേർക്ക് കൊടുക്കാം. നമുക്ക് സ്നാക്സായിട്ടേ ഇടയ്ക്ക് കൊടുത്താൽ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ പിള്ളേർ തിന്നോളും. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നെയ്യ് മുക്കിയിട്ടാ അല്ലെങ്കിൽ തേൻ മുക്കിയിട്ടൊക്കെ പിള്ളേർക്ക് കൊടുത്താൽ ഇഷ്ടമാവും കേട്ടോ. നമുക്ക് ഇടയ്ക്ക് കഴിക്കാം, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിക്കോ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക കേട്ടോ. ഞാൻ വീഡിയോ ചെയ്ത് ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക, എൻ്റെ ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.